സഹോദരി സഹോദരന്മാരെ, വിശിഷ്ട അതിഥികളെ, മാതാപിതാക്കളെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ റിയാദിൽ വന്നിറങ്ങിയ നിമിഷം മുതൽ NSK ഭാരവാഹികളുടെ, സ്പന്ദനത്തിൻ്റെ സാരഥികളുടെ സ്നേഹമസ്രണമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയായിരുന്നു ഞാൻ. എയർപോർട്ടിൽ ഇറങ്ങിയ നിമിഷം മുതൽ വാരിക്കോരി ചൊരിഞ്ഞു തരികയായിരുന്നു സ്നേഹം. നേരെ വർഗീസേട്ടൻ്റെ വീട്ടിൽ പോയി വിശാലമായി ഭക്ഷണം കഴിച്ചു. ഹോട്ടൽ മുറിയിൽ ഉറങ്ങുന്നതിനിടയ്ക്കും ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ഭാരവാഹികൾ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. രാത്രി ബഷീർക്കയുടെ വീട്ടിൽ പോയിട്ട് നല്ല മീനും മട്ടനും ചിക്കനും എല്ലാം കൂട്ടി നന്നായിട്ട് ഭക്ഷണം കഴിച്ചു. ഈ നിമിഷം വരെ ഞാനൊരു സ്നേഹമസ്രണമായ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. ഇന്നലെ ദുബായിൽ വെച്ച് ഞാൻ കബീറിനൊരു മെസ്സേജ് അയച്ചു. ഐ മീൻ ദുബായ്, സി യു സൂൺ എന്ന് പറഞ്ഞുകൊണ്ട്. കബീറിനെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. ഒരു മിനിറ്റിനുള്ളിൽ കബീറിൻ്റെ മറുപടി വന്നു, ഞങ്ങളുടെ സ്വപ്നമാണ് സാർ സാക്ഷാത്കരിക്കപ്പെടുന്നത് എന്ന്. ഞാൻ സ്വയം എന്നിലേക്കൊന്ന് നോക്കി. ഒരു മാന്ത്രികന്റെ തലപ്പാവില്ല, പട്ടുകുപ്പായമില്ല, പരിവാരങ്ങളില്ല, കയ്യിൽ കാണിക്കാൻ വിസ്മയങ്ങളൊന്നുമില്ല. പിന്നെ എന്നിലൂടെ ഈ റിയാദിൽ എന്ത് സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്? ഒരു സാധാരണ പച്ച മനുഷ്യനായി ഇവിടെ വന്നിറങ്ങിയിട്ട് മടങ്ങിപ്പോകുന്ന നിമിഷം വരെ എന്ത് സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് എന്ന് ഞാൻ സ്വയം എന്നോട് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ റിയാദിൽ വരുന്നത്. 5 വർഷം മുമ്പ് തറവാട് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ആഭിമുഖ്യത്തിൽ റിയാദിൽ വന്നിരുന്നു. പക്ഷേ അന്ന് നിയമപരമായി ഇവിടെ കലാകാരന്മാർക്കും കലയ്ക്കും അനുവാദമുണ്ടായിരുന്നില്ല പരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി. പക്ഷെ അന്ന് എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ഒരിക്കൽ റിയാദിൽ വന്ന് എൻ്റെ സംഘത്തോടൊപ്പം ഗംഭീരമായൊരു ജാലവിദ്യാ പരിപാടി സൗദി അറേബ്യയിൽ അവതരിപ്പിക്കണമെന്നൊരു മോഹം ഉണ്ടായിരുന്നു. സൗദി അറേബ്യയുടെ നിയമം മാറി കലാകാരന്മാരെയും കലയെയും ചേർത്ത് പിടിക്കുന്ന രീതിയിലേക്ക് രാജ്യം മാറി. പക്ഷെ അപ്പോഴേക്കും എന്നിൽ നിന്നും എൻ്റെ കല വഴുതി പോയിരുന്നു. മാജിക് എനിക്ക് ദൂരെയായിപ്പോയി. ഇനി അങ്ങനൊരു സൗഭാഗ്യം ഉണ്ടാവില്ല. നിങ്ങളൊരു പക്ഷേ എം മുകുന്ദന്റെ ദൈവത്തിന്റെ വികൃതികൾ എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടാവും. ആ പുസ്തകത്തിന്റെ ആദ്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എല്ലാ രാജ്യങ്ങളിലും എന്ന പോലെ മയ്യഴി രാജ്യത്തും ഒരു ജാലവിദ്യക്കാരനുണ്ട്. മഗ്യമദാമയുടെ സായിപ്പും മൈക്കലിന്റെയും എൽസിയുടെയും പപ്പയുമായ അൽഫോൻസ് അച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് മുകുന്ദൻ ആ പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ എഴുതി തുടങ്ങിയത്. അൽഫോൻസ് അച്ഛൻ എന്ന് പറയുന്ന മാന്ത്രികൻ ഒരു കാലത്ത് ഇന്ദ്രജാലങ്ങൾ അവതരിപ്പിച്ച് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ മനോഹരമായ കൊട്ടാരം പണിത്, ചില്ലുപാളികളുള്ള കൊട്ടാരം പണിത് അതിഗംഭീരമായി ജീവിച്ചു പോയൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അൽഫോൻസ് അച്ഛന് പ്രായമായി. ജാലവിദ്യകൾ അവതരിപ്പിക്കുമ്പോൾ കൈകൾ വിറയ്ക്കാൻ തുടങ്ങി. പന്തുകളും ചീട്ടുകളും പിടിക്കാൻ സാധിക്കാതെയായി. കാലം കഴിഞ്ഞപ്പോൾ വീട് വിറ്റു, കൊട്ടാരം വിറ്റു, എല്ലാം വിറ്റു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അലഞ്ഞു നടക്കുന്ന കാലത്ത് മുകുന്ദൻ തന്നെ പറയുന്നുണ്ട്, കഞ്ചാവിന്റെ പുക പോലെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്ന അൽഫോൻസ് അച്ഛന്റെ ചിത്രം വരച്ച് കാണിക്കുന്നുണ്ട്. ആ കാലത്ത് വണ്ണാൻ ഇന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ചോദിക്കുന്നുണ്ട്, നമ്മളെ മാധവേട്ടൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്, ഓരോ പെരയിലും നിങ്ങൾക്ക് ഒരു മാജിക് കാണിച്ചുകൂടെ സായിവേ എന്ന് ചോദിക്കുന്നുണ്ട്. മാജിക് കാണിക്കാൻ വേണ്ടി പെട്ടിയുമായി അൽഫോൻസ് അച്ഛൻ രണ്ടും കൽപ്പിച്ച് പോവുകയാണ്. അവിടെ ചെന്ന് ചീട്ടും പന്തുമെല്ലാം കയ്യിലെടുക്കുമ്പോൾ, കൈവിറച്ച സാധനങ്ങളെല്ലാം താഴേക്ക് പൊഴിഞ്ഞു പോകുമ്പോൾ, മാധവൻ പോക്കറ്റിൽ നിന്ന് ഒരു കെട്ട് നോട്ടെടുത്തതിന് ശേഷം അൽഫോൻസന്റെ കയ്യിൽ വെച്ചിട്ട് ചോദിച്ചു, സായിവ് മാജിക്കൊക്കെ മറന്നുപോയോ എന്ന് ചോദിച്ചു. വയസ്സായില്ലേ മാധവ, തകർന്നു പോയി ഞാൻ എന്ന് പറയുന്നുണ്ട്. അൽഫോൻസ് അച്ഛൻ മാജിക് നിർത്തിയത് വയസ്സായിട്ടാണെങ്കിൽ ഇന്നും അതിമനോഹരമായി പെർഫോം ചെയ്യാനുള്ള ആരോഗ്യവും ഒക്കെ ഉണ്ട് എനിക്ക്. അതുകൊണ്ടൊന്നുമല്ല ഞാൻ മാജിക് നിർത്തിയത്. ഞാൻ മാജിക് നിർത്തിയത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ചില കാഴ്ചകളും ഒരമ്മ പറഞ്ഞ ചില അനുഭവങ്ങളുമാണ്. ഞാനത് പലവട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളും അതറിയണം എന്നെനിക്ക് തോന്നുന്നു. 2016 കാസർഗോഡ് ഒരു പ്രോഗ്രാമിന് പോയത്. അത്രയും കാലം ഇത്തരത്തിലുള്ള കുട്ടികൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കും. അസീമിനെ പോലെ ഒരു കുട്ടി
ഓൻ വന്നു കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണമെന്ന് പറയും, ഫോട്ടോ എടുക്കും. അതിലപ്പുറം ഞാനൊന്നും ചിന്തിച്ചിരുന്നില്ല. അവരനുഭവിക്കുന്ന വിവശങ്ങളെക്കുറിച്ചോ അവരുടെ മാതാപിതാക്കൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ എൻ്റെ തലയിലൊന്നും ഉണ്ടായിരുന്നില്ല. സത്യം, ആ കാലത്ത് ഇന്ദ്രജാലത്തോടുള്ള പ്രണയമായിരുന്നു മനസ്സിൽ മുഴുവൻ. മാജിക് മാത്രം, അതിലപ്പുറം ഒന്നുമില്ല. കാസർഗോഡ് അന്ന് കർട്ടൻ ഉയരുമ്പോൾ കാണുന്ന കാഴ്ച, ഈ ഓഡിറ്റോറിയം മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ഈ തരത്തിലുള്ള കുട്ടികളാണ്. ഓട്ടിസം ബാധിച്ചവർ, സെറിബ്രൽ പാൾസി ബാധിച്ചവർ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ളവർ, കണ്ണ് കാണാത്തവർ, കാത് കേൾക്കാത്തവർ, നിലത്ത് കിടന്ന് ഉരുളുന്നവർ, വലിയ തലയുള്ളവർ, അമ്മയെ അടിക്കുന്നവർ, അച്ഛനെ കടിക്കുന്നവർ, ഇങ്ങനെയുള്ള കുട്ടികൾ. അതോടുകൂടി തന്നെ ഞാൻ പാതി തകർന്നു. പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കാസർഗോഡിൻ്റെ ദൃശ്യം? കാസർഗോഡുള്ളവർക്ക് അറിയാം, അല്ലാത്തവർ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ആ ഒരു ദൃശ്യം ഒന്ന് വീഡിയോയിൽ കാണിച്ചാൽ കാസർഗോഡിൻ്റെ ചെറിയൊരവസ്ഥയെക്കുറിച്ച് പുറത്തേക്ക് ചിരിക്കുമ്പോഴും ഉള്ളിൽ വിങ്ങി വിങ്ങി കരയുന്ന 10,000-കണക്കിന് അമ്മമാരുണ്ട് കാസർഗോഡ്. ഈ അഞ്ജലി എന്ന് പറയുന്ന മോളെയാണ് ആദ്യം നിങ്ങൾ കണ്ടത്. ഞാൻ മലയാള മനോരമയുടെ ഒരു പരമ്പരയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ 2 ആഴ്ച മുമ്പ് അവിടെ പോയിരുന്നു. ആ മോളെ ഇട്ടിരിക്കുന്നത് ഒരു ജയിലിനകത്താണ്. ജയിലെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ജയിൽ. ഒരു കുഞ്ഞു വീട്, ആ വീടിൻ്റെ മുന്നിൽ ഇരുമ്പിൻ്റെ ഗ്രില്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീട്, ഒരു മുറിക്കകത്ത് അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഈ അമ്മ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ പൂട്ടിപ്പോണം. ഈ അമ്മയുടെ ഒരമ്മ ഉണ്ടവിടെ, അതിനൊരുപാട് പ്രായമായി ഒരു മൂലയിൽ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. ഈ അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, അഞ്ജലിയുടെ അമ്മ. ആ അമ്മ പറയുന്നത് എന്താണെന്നറിയോ? മോളെ എനിക്ക് കൊല്ലാം സാർ, ഞാനും ചാവാം, പക്ഷെ എനിക്ക് ചോറ് തന്ന് വളർത്തി എൻ്റെ അമ്മേനെ ഞാൻ എങ്ങനെ കൊല്ലും സാർ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ. ഉദ്ദേശ് കുമാർ എന്നാണ് മറ്റേ മോൻ്റെ പേര്. എത്ര വയസ്സായി എന്നറിയോ നിങ്ങൾക്ക്? 32 വയസ്സായി. 32 വർഷമായിട്ട് ആ അമ്മ ഇങ്ങനെ കയ്യിലെടുത്ത് തുടച്ച് മിനുക്കി നടത്തുകയാണ്. ഇങ്ങനെയുള്ള 10,000-കണക്കാർ അമ്മമാരുള്ള ഒരു പ്രദേശമാണ് കാസർഗോഡ്, എൻഡോസൾഫാൻ്റെ ദുരിത മേഖല. അന്ന് കർട്ടൻ ഉയരുമ്പോൾ കാണുന്ന കാഴ്ച ഈ തരത്തിലുള്ള കുട്ടികളാണ് മുമ്പിലിരിക്കുന്നത്. ആരുടെ മുമ്പിലാണ് ഞാൻ മാജിക് കാണിക്കുന്നത്? ആരുടെ മുമ്പിലാണ് ഞാൻ ഇപ്പോൾ തൊപ്പിയും പട്ടുകുപ്പായവും ധരിച്ച് പത്രാസ് കാണിക്കുന്നത്? തകർന്നു പോയി ഞാൻ. പരിപാടി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഭക്ഷണം തന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കുന്ന സമയത്ത് ഓഡിറ്റോറിയത്തിൻ്റെ ഏറ്റവും പിന്നിലായിട്ടൊരു തടിയുള്ള മകനെ ചേർത്ത് പിടിച്ചിരിക്കുന്നൊരമ്മ. അമ്മയുടെ കയ്യിൽ ഭക്ഷണപാത്രമുണ്ട്, കൊടുക്കുന്നില്ല. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്താ ഭക്ഷണം കൊടുക്കാത്തതെന്ന് ചോദിച്ചു. ഈ അമ്മ ഒരൊറ്റ കരച്ചിലാണ്. പിന്നെ അമ്മ പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ വായിലിട്ട് ചവച്ച് പുറത്തെടുത്തോ, എൻ്റെ വായിൽ വെച്ചാലേ കഴിക്കുള്ളൂ, ചവയ്ക്കാൻ അറിഞ്ഞൂടാ സാറേ എന്ന് പറഞ്ഞു. ചവയ്ക്കാൻ അറിഞ്ഞൂടാ, ചവയ്ക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ ബ്രെയിനിൽ നിന്ന് വരില്ല. അപ്പം എന്ത് ചെയ്യും? അമ്മ വായിൽ വെച്ച് ചവച്ചവൻ്റെ വായിൽ വെച്ച് കൊടുക്കണം. ഇറക്കണം എന്നുള്ള ഇൻസ്ട്രക്ഷൻ വരില്ല, വെള്ളം ഒഴിച്ച് കുലുക്കി ഇറക്കണം. ഈ അമ്മ ചോദിച്ചു, ഇത്രയും കാലമായിട്ട് ഞാൻ ഇങ്ങനെയാണ് അവന് ഭക്ഷണം കൊടുക്കുന്നത്, ഞാൻ എങ്ങനെ സാറേ ഈ ആൾക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു.
എൻ്റെ കയ്യിൽ ഭക്ഷണപാത്രം അറിയാതെ താഴേക്ക് വീണു. ഞാൻ ആ അമ്മയെ മാറ്റി നിർത്തി സംസാരിക്കുന്ന സമയത്ത് അവർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. ഇത്തരത്തിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സെക്ഷൽ ഹോർമോൺസ് ഒക്കെ സാധാരണ രീതിയിലേക്ക് വളരും. ഈ കുട്ടിക്ക് അമ്മ ആരാണ്, സഹോദരി ആരാണെന്ന് അറിയാത്തൊരവസ്ഥയിൽ ആ അമ്മ ആ സ്ഥാനത്ത് നിന്നു കൊടുക്കേണ്ട ഒരവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കൂ നിങ്ങൾ, അമ്മയുടെ കണ്ണിൽ നിന്ന് ചോര വാർന്നൊഴുകുന്ന പോലെ തോന്നി എനിക്ക്. അന്ന് ഞാൻ വിചാരിച്ചു ജീവിതം ഒരു മാജിക് അല്ല, ജീവിതം ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്കറിയാമോ, 7ാമത്തെ വയസ്സിൽ മാജിക്കിലേക്ക് വന്നതാണ്. 10ാമത്തെ വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. പിന്നീട് 45 വർഷം മാജിക് മാത്രം മനസ്സിൽ കൊണ്ടു നടന്നു. വേറൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഒരു PSC ടെസ്റ്റ് എഴുതിയിട്ടില്ല. അന്നത്തെ സ്വപ്നം എന്ന് പറയുന്നത് മാജിക്കിൻ്റെ രംഗത്ത് ഉയരുക എന്നുള്ളതായിരുന്നു. 55 രാജ്യങ്ങളിൽ ഞാൻ പെർഫോം ചെയ്തു. മാജിക്കിന് ഇന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി എന്ന് പറയുന്നത്, മാജിക്കിൻ്റെ ഓസ്കർ എന്ന് പറയുന്നത് മെർലിൻ അവാർഡാണ്. 2011 എൻ്റെ പേരിൽ അത് നമ്മുടെ ഭാരതത്തിലേക്കും വന്നു. അങ്ങനെ ഞാൻ ലാസ് വേഗാസിലേക്ക് എൻ്റെ ജീവിതം പറിച്ചു നടണമെന്നൊക്കെ വിചാരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നത്. അന്ന് ഞാൻ മനസ്സിലാക്കി, ഇങ്ങനെയൊന്നും അല്ല ജീവിക്കേണ്ടത്. ജീവിതം ഇതൊന്നുമല്ല. ഇങ്ങനെ ആർഭാടമായിട്ട് വെട്ടിത്തിളങ്ങുന്ന ജീവിതത്തിൽ ഒരർത്ഥവുമില്ല എന്ന് തിരിച്ചറിഞ്ഞ കാലമായിരുന്നു. പിറ്റേ ദിവസം വന്ന് ശൈലജ ടീച്ചറെ കണ്ടു. ടീച്ചറാണെന്ന് സാമൂഹ്യനീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ടീച്ചറോട് പറഞ്ഞു, ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ടീച്ചർ 23 കുട്ടികളെ എന്നെ ഏൽപ്പിച്ചു. ആ കുട്ടികൾ ഇന്ന് എൻ്റെ കൂടെയുണ്ട്. ആ 23 കുട്ടികളിലാണ് ഞാൻ തുടങ്ങുന്നത്. അവരെ മാജിക് പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ എൻ്റെ സ്വപ്നം എന്താണ്, ഇവർ മാജിക് കാണിക്കുമ്പോൾ അമ്മമാരൊന്ന് ചിരിക്കുമല്ലോ, അത് മതി. ഇതൊന്നും എൻ്റെ മനസ്സിലില്ല. ഈ മാജിക് നിർത്തണം എന്നുള്ളതൊന്നും എൻ്റെ മനസ്സിലില്ല. പക്ഷേ ആ കുട്ടികൾ വന്നു. 6 മാസം ഞാൻ ഷോസ് എല്ലാം നിർത്തിവെച്ച ആ കുട്ടികൾ മാജിക് പഠിപ്പിക്കാൻ തുടങ്ങി. യു വോണ്ട് ബിലീവ്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പുണ്യം നിറഞ്ഞ നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ, 6 മാസം കഴിഞ്ഞ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ ഭാരതത്തിൻ്റെ ഉപരാഷ്ട്രപതിയുടെ മുമ്പിൽ, ഗവർണറുടെ മുമ്പിൽ, മുഖ്യമന്ത്രിയുടെ മുമ്പിൽ, മന്ത്രിമാരുടെ മുമ്പിൽ എൻ്റെ 23 കുട്ടികൾ 40 മിനിറ്റ് നേരം ഒരു ചെറിയ തെറ്റുപോലും സംഭവിക്കാതെ ഉജ്ജ്വലമായി പെർഫോം ചെയ്തു. ഞാൻ സൈഡിൽ നിന്ന് പൊട്ടിക്കറിയായിരുന്നു. പിറ്റേ ദിവസം ഒരു അമ്മമാർ ചോദിച്ചു, സാറേ ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് മാജിക് പ്ലാനറ്റിലുള്ള എംപവർ എന്ന് പറയുന്നൊരു തിയേറ്ററിൽ. നിങ്ങൾക്കറിയോ, ഇന്നവർ 4000-ഓളം ഷോസ് കംപ്ലീറ്റ് ചെയ്ത് എല്ലാ മാസവും ശമ്പളം മേടിക്കുന്ന മക്കളായിട്ട് ആ മക്കളെ ഞാൻ മാറ്റിയെടുത്തു. അവർ ദുബൈയിൽ പെർഫോം ചെയ്തു. ഈയിടെ അബുദാബിയിൽ നടന്ന UAE ഗവൺമെന്റ് നടത്തിയ ഓട്ടിസം കോൺഫറൻസിൽ താരങ്ങളായിട്ട് മാറി. രാഷ്ട്രപതിയുടെ മുമ്പിൽ പോയി പെർഫോം ചെയ്തു. അങ്ങനെ ഡൽഹിയിൽ പെർഫോം ചെയ്തു, സിംഗപ്പൂരിൽ പെർഫോം ചെയ്തു. ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഇത്തരം മക്കൾ ഒരിക്കലും വീടിനകത്ത് അടച്ചിരുത്തേണ്ടതല്ല എന്നുള്ളത് എൻ്റെ ഒരു ചിത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആ കുട്ടികളോട് മാത്രമുള്ളൊരു വാക്കല്ല. നമുക്ക് ഭിന്നശേഷി മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കണം. ഈ മോനില്ലേ, കൈകളില്ലാതെ നീന്തുക എന്ന് പറയുന്ന സമയത്ത് അത്ഭുതമല്ലേ അത്? ആ മോൻ കാലുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും കാലുകളെ കൊണ്ട് കീബോർഡ് പ്ലേ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ അത്? അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികൾ വീടിനകത്ത് അടച്ചിരുത്തേണ്ടതാണോ? അല്ല. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ 15% ആളുകൾ ഭിന്നശേഷിക്കാരാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം 2.2% ഉള്ളൂ. അപ്പോൾ ഒരു 13% എവിടെ പോയി? ആ ആളുകളെ വീടിനകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഉപ്പ ഈ മോനെ കൊണ്ട് നടക്കുന്ന പോലെ കൊണ്ട് നടക്കില്ല. അവർ വീടിനകത്ത് പൂട്ടിയിടും. ഇങ്ങനെ ഒരു കുട്ടിയെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ആളുകളുടെ നോട്ടം സഹിക്കാൻ പറ്റില്ല, ചോദ്യങ്ങൾ സഹിക്കാൻ പറ്റില്ല. ഒരു കല്യാണത്തിന് കൊണ്ടുപോയി കഴിഞ്ഞാൽ 100,000 ചോദ്യങ്ങളും 100,000 നോട്ടങ്ങളും. നമ്മുടെ കാഴ്ചപ്പാടാണ് മാറേണ്ടത്, നമ്മുടെ സമൂഹമാണ് മാറേണ്ടത്. ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഞാൻ ഈ മൈക്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നുണ്ട്, എൻ്റെ കൈകൾ ചലിക്കുന്നുണ്ടെങ്കിൽ, ഇതൊന്നും എൻ്റെ കഴിവല്ല. ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് നേടിയെടുത്തതല്ല ഇത്. ഞാൻ ജനിച്ചപ്പോൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ഓട്ടിസം ബാധിച്ചൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ, ആ കുട്ടിയുടെ മാതാപിതാക്കളോ ആ കുട്ടിയോ ചെയ്ത് തെറ്റുകൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. ഇത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ആയുസ് മുഴുവൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് അനുഭവിക്കാതെ ഇവിടുന്ന് ഭൂമിയിൽ നമുക്ക് പോകാൻ പറ്റൂല. കണ്ണ് കാണില്ല, കണ്ണട വെക്കേണ്ടി വരും. കേൾക്കില്ല, ശ്രവണ സഹായം നമുക്ക് വെക്കേണ്ടി വരും. വീൽ ചെയർ ഉപയോഗിക്കേണ്ടി വരും. ഇതൊക്കെ അനുഭവിച്ചിട്ട് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മനുഷ്യനായ നമ്മൾ മറ്റുള്ളവരെ കാണുന്ന സമയത്ത് അതിനുള്ള എനിക്കൊന്നുമില്ല, ഐ ആം ഓക്കെ എന്നുള്ളൊരു അഹങ്കാരം നമ്മുടെ മനസ്സിൽ വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം റിമൂവ് ചെയ്യണം. ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഞാനിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്താണ്? എനിക്കവിടെ 300 കുട്ടികളുണ്ട്. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്റർ തുടങ്ങാൻ കാരണം ഈ കുട്ടികൾക്ക് ഭൗതികമായിട്ട് എന്ത് മാറ്റം വന്നു എന്ന് ഗവൺമെൻറ് അന്വേഷിച്ചപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് ആ കുട്ടികളുടെ IQ ലെവൽ ഉയർന്നതായിട്ടും ഡിസബിലിറ്റി പെർസെൻറ്റേജ് താണതായിട്ടുള്ള സയൻറ്റിഫിക് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമുക്ക് തോന്നി നിർത്തിയാൽ പറ്റൂലല്ലോ എന്ന് തോന്നി.
100 കുട്ടികളെടുത്ത് ഡിഫറെന്റ് ആർട്സ് സെന്റർ തുടങ്ങാൻ തീരുമാനിച്ചു. ഞാൻ വീട് വിറ്റു. ഞാൻ മാജിക് കൊണ്ടുണ്ടാക്കിയ സകല സമ്പാദ്യവും ഞാൻ ഈ ട്രസ്റ്റിലേക്ക് എഴുതി കൊടുത്തു. ഐ എം സോ ഹാപ്പി. ഒന്നുമില്ല, പരമസുഖം. ഒഴിഞ്ഞ കയ്യുമായിട്ട് ഇങ്ങനെ നടക്കാം. സുഖമാണ്, സന്തോഷമാണ്, ജീവിതം സന്തോഷമാണ്. അങ്ങനെ 100 കുട്ടികൾ തുടങ്ങി, 200 ഇപ്പൊ 300. നേരിടുന്ന പ്രശ്നം എന്താണെന്നറിയോ? 3500 കുട്ടികളാണ് പെൻഡിങ്ങിൽ ആപ്ലിക്കേഷനുമായിട്ട് നിൽക്കുന്നത്. ഓരോ ദിവസവും അവിടെ വന്നിട്ട് ഈ അമ്മമാര് കാൽക്കൽ പിടിച്ചുകൊണ്ട് പറയും, സാറേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഈ കുട്ടി ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് പറയും. അത് കേട്ട് കേട്ട് ഞാൻ വിചാരിച്ചു, 10-45 വർഷം മാജിക്കൊക്കെ ആയിട്ട് നടന്നില്ലേ, മതി, ഇനി മതി. ഇനിയുള്ള ജീവിതം തീരുമാനിച്ചു, അവസാന ശ്വാസം വരെ, ലാസ്റ്റ് ബ്രത്ത് വരെ ഇതുപോലെയുള്ള മക്കൾക്ക് വേണ്ടി എൻ്റെ ജീവിതം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. ദാറ്റ്സ് ഓൾ. ഞാൻ ഒട്ടും വിഷമത്തോടു കൂടിയല്ല പറയുന്നത്. ഐ എം സോ ഹാപ്പി. സത്യം പറഞ്ഞാൽ ജീവിതത്തിൻ്റെ പല തട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് അനുഭവിച്ചതിനേക്കാൾ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ നിങ്ങൾ തരുന്ന കയ്യടിയോ ആരവങ്ങളോ ഒന്നുമല്ല ജീവിതത്തിൻ്റെ സന്തോഷം. ജീവിതത്തിൻ്റെ സന്തോഷം ഈ NSK പോലെയുള്ള, ഇപ്പോൾ റിയാദിൽ വന്നപ്പോൾ നിങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹമല്ലേ, ഇതിലപ്പുറം എന്താ വേണ്ട ജീവിതത്തിൽ? ഇത് മതി. ഞാൻ പറഞ്ഞില്ല, ഈ നിമിഷം ഞാൻ ഈ മൈക്കിന് മുമ്പിൽ വെച്ച് ഇവിടെ മരിച്ചു വീണാൽ ഞാൻ പറയുകയാണ്, ഐ എം സോ ഹാപ്പി ഇൻ മൈ ലൈഫ്. ജീവിതത്തിൽ എന്തോ ചെയ്തു എന്നുള്ള ബോധത്തോടു കൂടിയിട്ടാണ് ഞാൻ ചെയ്തു പോകുന്നത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെയൊക്കെ ലൈഫ് എന്തിനു വേണ്ടി നമ്മൾ ചിന്തിക്കണം. ഓരോരുത്തരും ഈ ഭൂമിയിൽ പിറന്നു വീണത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ്. ആ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ മക്കളെ മാറ്റുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അവരെ നമ്മളാക്കി മാറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരാളാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഖലീൽ ജിബ്രാന്റെ പുസ്തകത്തിൽ അൽ മുസ്തഫ എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. പുസ്തകത്തിന്റെ പേര് പ്രവാചകൻ എന്നാണ്. അൽ മുസ്തഫ എന്ന് പറയുന്ന കഥാപാത്രം ഓർഫാലീസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിൽ 12 സംവത്സര കാലം താമസിച്ച് സ്വന്തം ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ, മനോഹരമാണ് ഭാഷ ജിബ്രാന്റെ. കപ്പലിന്റെ കൊടിക്കൂറെ അങ്ങ് ദൂരെ കാണുമ്പോൾ അതിനടുത്തേക്ക് നടന്നെടുക്കുന്ന സമയത്ത് ആളുകൾ കൂട്ടം കൂടി കൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആളുകൾ വിളിച്ചു പറയുന്നുണ്ട്, പോവരുതേ പോവരുതേ എന്ന് അൽ മുസ്തഫയോട് പറയുമ്പോൾ മുസ്തഫ ചോദിക്കുന്നു, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുണ്ടോ? ഒരാൾ ചോദിക്കുന്നുണ്ട്, കുട്ടികളെ കുറിച്ച് താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ഉത്തരം ഇതാണ്, നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല. ഈ ഓഡിറ്റോറിയത്തിലുള്ള മാതാപിതാക്കൾ കേൾക്കണം, അത് നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികളല്ല. അവർ ഈ സമൂഹത്തിന്റെ കുട്ടികളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കാം, പക്ഷേ ചിന്തകൾ നൽകരുത്. അവർക്ക് അവരുടെ ചിന്തകൾ ഉണ്ടാവണം. ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്ന അമ്പുകളാണ് നമ്മുടെ കുട്ടികൾ. ആ കുട്ടികളെ തൊടുത്തു വിടുന്ന വില്ലുകളാകാൻ മാത്രമേ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും യോഗ്യതയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം.